മധുവിന്റെ ഒരു സിറ്റിയിലെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഇതെന്താടാ പോലീസിന്റെ ഒരു ലൈറ്റ് ഇവിടെ? ആ വണ്ടിയുടെ ആണോ കണ്ടത്? പോയത് എന്തൊരു വെട്ടോടാ അത്. അതുപോലെ നമുക്കിവിടെ വെക്കണ്ടടാ വണ്ടിയുടെ മണ്ടയില്. നിനക്കും വേണ്ടടാ അതുപോലൊക്കെ. ഗോപാല 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 താറൊന്നും ഓടിക്കാൻ തരുമോ? കൊള്ളം തന്നെയല്ലേ. കേറിക്കോ ഗോപാലിന്റെ വണ്ടിയല്ലേ, കേറിക്കോ. പിന്നെന്താ സ്വന്തം വണ്ടിയിൽ വെച്ച് കേറിക്കോടാ. എന്നാ പിന്നെ ആ വണ്ടിയിൽ നമ്മുടെ പുറവന്നോ, നമ്മള് അവിടെ വെച്ച് തരാം. താറൊക്കെ ഏതാ മനെ ലുക്ക് കണ്ടടാ. താറ് കണ്ടോടാ, എത്ര ഉണ്ടോടാ നീയൊക്കെ താറ്? ഇല്ല, വേറെ കണ്ടിട്ടുണ്ട്. വെറുതെ അല്ലടാ നാട്ടുകാരത്ത് തന്നെ മധുന്ന് വിളിക്കുന്നത്. ബ്ലഡി ഫുൾ. ഇവൻ ഇതിന് മാത്രം ഗ്യാസ് ക്യാൻ എന്തിനാണ്? രണ്ടെണ്ണേ ഉള്ളോ? ബാക്കി വേറെ എന്തോ അല്ലേ? ഇതെവിടെയാടാ TDM ഇവിടെ? നമുക്ക് ഇത് മതി. പക്ഷെ ഈ ഫ്രണ്ടിലത്തെ റേസി ഗോപാൽ എന്ന് എഴുതിയേക്കുന്ന ചുരണ്ടി കളയാൻ വല്ലതും പറ്റൂടെ? അത് കാണുമല്ലോ. നമ്പർ പ്ലേറ്റ് കണ്ട KL08. എന്റെ ഒറിജിനൽ വണ്ടിയാന്ന് തോന്നട്ടാ. ചില്ല് പൊട്ടും എന്നെ കൊല്ലടേ. ചില്ലുപൊട്ടി. ആ കൊള്ളാം. എടാ അവന്റെ എടാ ഒരച്ച് കളഞ്ഞടാ പേര്. എടാ ഒന്നുകൂടെ പൊട്ടിച്ചടാ, ഒന്നുകൂടെ ഫുള്ളായിട്ട് പൊട്ടിക്കാൻ പറ്റുമോ നോക്കിയടാ. ഇല്ല. ആ സെറ്റ് സെറ്റ്. അത്രേ ഉള്ളടാ, അത്രേ ഉള്ളു. ഇനി നമ്മടെ വണ്ടി മനസ്സിലായ? കൊല്ലല്ലേ എടാ കൊല്ലല്ലേ. ഇനി ഇത് നമ്മടെ വണ്ടി. ഒരു ഗോപാലനും ഇല്ല. ഗോ മാറ്റി, ഇനി ബാലൻ. അത്ര ഉള്ളടാ, ക്രൈസി ബാലൻ. എടാ ഗോ മാത്രം ഇട്ടൊക്കെ വെടിവെച്ച് കളഞ്ഞൂടായിരുന്നോടാ. ക്രൈസി ബാലൻ. മധു ഉണ്ടല്ലോ, വലിയ സംസാരം വേണ്ട. ഉണ്ടായിരുന്നാലും സീനില്ല. ഗോ ബാലൻ എന്നൊക്കെ. ഇത് നമ്മടെ വണ്ടി. ഇനി അവൻ വന്ന് ചോദിച്ചാൽ പോലും നമ്മള് കൊടുക്കുന്നില്ല. അവൻ TDM അടികൊണ്ട് പുഴുത്ത് ഗെയിം വെറുതെ ഇറങ്ങിപ്പോണേ. വണ്ടി എന്നതും പോരാ, അവനെ പ്രായി. വന്നാ പിന്നെ അവൻ വന്ന് ചോദിക്കത്തില്ലടാ അവന് വണ്ടി വേണോന്ന്. നമ്മള് കൊടുക്കുവോ ഇനി വണ്ടി? ഇച്ചിരി ലുക്കില്ലടാ. ഇനി തൊട്ടിത് ബാലന്റെ വണ്ടി. അത്രേ ഉള്ളു. ഡോഗ് ബാലൻ. ഇവന് അവനാ ഫ്രീ കാർ വെച്ചിട്ട് അതിന്റെ അഹങ്കാരം ഉണ്ടല്ലോ. സാറേ പറഞ്ഞു സാറേ പേര് സാറിന്റെ? സാറേ ദാവീദ് സത്താർ. സാർ എന്നങ്ങോട്ട് വരൂ, ഇവിടെ ഒന്ന് വരൂ. സാറേ ഈ നിക്കുന്ന ഇച്ചിരി പ്രശ്നമാണ്. കുറെ നേരമായിട്ട് പിറ്റിങ്ങും. സാറേ ഇവിടെ നിക്കുന്ന ആ ഒരു ഗ്യാങ് ഉണ്ട്. റെഡ് വണ്ടി, ഒരു ഫ്രീ വണ്ടി, ഒരു ജീപ്പ്. ഇവര് മൂന്നുപേരും ഇവിടെ ഒരു വെഹിക്കിളിനെ മൾട്ടിപ്പിൾ വെഹിക്കിൾസ് പിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. സത്യം. ഇത് മറ്റേ മുതുക്കിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇമാരെ ഇടിയോടി നമ്മള് ചോദിച്ച് മടുത്ത് തോണ്ട പറ്റി. റെഡ് ഫ്രീ കാർ, ഒരു ജീപ്പ്. എന്താണ് ചെറോക്കി? ഡൊറാക്കോ. ഒരു റെഡ് വെഹിക്കിൾ, ഒരു റെഡ് സെഡാനും, പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് വണ്ടിയും. സാറേ ഇത് എന്തായാലും ഒരു തീരുമാനം എടുക്കണം സാർ. നമ്മള് സിറ്റിസൺസിന്റെ ഭാഗത്ത്. അതെ, താങ്ക് യു സാറേ. താങ്ക് യു.
ഇയാളെ നോക്കുന്ന എനിക്കൊന്ന് കാണണല്ലോ. ഇയാളെ എങ്ങനെ നോക്കുന്നേ? ഇയാളെ വണ്ടി നിർത്തി അവിടെ ഇട്ട് നോക്കും. ഞാൻ തോക്ക് പിടിച്ചിട്ട് അങ്ങേരോട് സംസാരിച്ചു. ഇവിടെ കിടിലം പോലീസ് ഓഫീസറല്ലടാ. ഇപ്പൊ നോക്കിക്കോ, അവര് ഇടി ബാക്കിലായി ഇപ്പൊ നോക്കിയത് അവിടെ പോയി നമ്മൾ പോയി ഇടിക്കുമല്ല നമുക്ക് ഇങ്ങോട്ടുണ്ട് ആ വീടിന് മുമ്പിൽ വെച്ചിട്ട് നമ്മ അങ്ങോട്ട് കൊണ്ട് മേടിക്കാം. ചോന്ന വണ്ടി. അപ്പൊ പിടിച്ചിട്ട് അവന്മാരെ ഇങ്ങോട്ട് എന്തുണ്ട് നീ ഇല്ലേടാ KVA ക്യാമ്പസിന്റെ അങ്ങോട്ട് അവിടെ കൊറേ വണ്ടി ഉണ്ട്. അതെടുത്തിട്ട് അവിടെ പോയി ഇവന്മാര് അവിടെ നമ്മ പീടി വന്നിട്ടേ പീടിന്റെ മുമ്പിൽ നമ്മ വിറ്റിയത്. ഓ ഇതെന്താ എന്താണ് ഇവിടെ പ്രശ്നം പറഞ്ഞോ നമ്മുടെ വണ്ടിയാണ്. ഗോപാലിനൊക്കെ this is crazy ബാലൻ. അതെ ക്രേസി ഗോഗ് ബാലൻ. ഗോഗ് ബാല നീ നിന്നെ തന്നെ നോക്കിയത്. നിന്റെ തൊഴില് വായിലെടുപ്പാന്ന് നീ ഇപ്പൊ പറഞ്ഞു. അളിയാ ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ നാളെ എനിക്ക് ഗൊഗ് ബാലെന്ന് കിട്ടിയാലും കുഴപ്പമില്ല. മധു എന്നുള്ള പേരൊന്നും അല്ലോടാ എനിക്ക് കിട്ടിയ കുഴപ്പമില്ല. ബാലനുണ്ടല്ലോ അതിനകത്ത്, അത് മതി. സൈബ വേണ്ട, സൈബ മധുവാണ് പ്രശ്നം. സബ്സ്ക്രൈബറിന്റെ വണ്ടി കിടക്കും. ഇങ്ങനെയാണ് മലയാളത്തിൽ അർത്ഥം എന്താടാ? ഏതില് എന്ത് എന്നുവെച്ചാ അത് മലയാള അർത്ഥം എന്താ? മലയാള അർത്ഥം എന്താന്ന് അങ്ങനല്ല, മലയാളത്തിൽ എന്തെന്ന് പറയും? സൗണ്ടില് എല്ലായിടത്തും ഒരേ സൗണ്ടാ. എന്ന് പറയും. ബ്രോ ഹലോ ചത്തവൻ പറയൂ, സംസാരിക്കുന്നുണ്ടവൻ. ഹലോ ഇപ്പൊ കേക്കാം ബ്രോ. പേര് മാസോ? പേരെന്താ? ഓക്കെ, നൈസ് ടു മീറ്റ് ബ്രോ. നമ്മൾ ഒരാളെ തപ്പി ഇങ്ങനെ വന്ന് എന്താ പേര് വെച്ചപ്പോ മാസം എന്നൊക്കെ. എന്തൊക്കെയാടാ ഈ നടക്കുന്നേ? നിനക്കൊക്കെ എന്താടാ പ്രശ്നം? ഒരു ഒമിനി ഇറക്ക്. ഓ എന്താടാ കൈകൊട്ടി കളിക്കുന്ന സൗണ്ട് ഇഷ്ടപ്പെട്ടാ നിനക്ക്? രണ്ടൂടെ ഒരുമിച്ച് അങ്ങട് അപ്പൊ കറക്റ്റ് ആവും. എന്തൊക്കെ എടാ, നീ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചോ സൈപ്പേ? നമ്മളവിടെ വണ്ടി നിർത്തിയപ്പോഴേ നമ്മള് കടാകടിയന്മാര് 4 പേര് ഇരുന്നിട്ട് പോലും അവൻ വന്ന് ചോദിച്ചത് ഗോപാലന്റെ വണ്ടിയാണോന്നാ. കസ്റ്റം വണ്ടിയുടെ ഒരു വില ഉണ്ടോടാ? നീ നേരത്തെ ഒരു രാജമാണിക്യത്തിനെ പറഞ്ഞ് അവനെ എനിക്ക് എങ്ങാണോ അറിയോ? ഇല്ല, സിയോണിൽ അവനൊരു ഒമിനി ഉണ്ടായോണ്ട് അവനെ ഞാൻ അറിഞ്ഞ്. മനസ്സിലായോ? അതുപോലെ നമ്മക്കൂടെ വേണ്ടടാ ഒരു കസ്റ്റം വണ്ടിയൊക്കെ. ഗൊഗ്ഗക്കാറെന്ന് പറഞ്ഞൊരു വണ്ടി അങ്ങനെ അറിയാം. ഗൊഗ് വണ്ടി സെറ്റ്. അതെ, ഗിയറിന്റെ അങ്ങനെയാ പിടിച്ചാൻ കേട്ടോ. ഓ സഹായിക്കാൻ വന്നയാണേ ബ്രോ. ഹലോ പറഞ്ഞോ. ജോലിയൊന്നും കിട്ടിയില്ലേ? ഇന്നൊരു ദിവസം ട്രേഡിങ് ചെയ്തിട്ടുണ്ടാക്കിയ പൈസ വെച്ച് വാങ്ങിച്ച വണ്ടിയത്. ഇതിൽ ട്രേഡിംഗ് വല്ലതും നടത്ത്. അതാകുമ്പോ പെട്ടെന്ന് പൈസ ഉണ്ടാകും, പണിയെടുക്കണം. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കാണും. അതെടുത്ത് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, ഷെയർ വാങ്ങുക, വിൽക്കുക, അത്രേ ഉള്ളൂ.
ഒരു 5 കോടി ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 10 ലക്ഷം വെച്ച് ഉണ്ടാക്കാം, ചുമ്മാ വെറുതെ ഇരുന്ന്. 5 കോടി ഉണ്ടെങ്കിൽ 10 ലക്ഷം. 1 കോടി ആണെങ്കിൽ അപ്പൊ എത്ര ലക്ഷം? 20 ലക്ഷം. 10 ലക്ഷം ഉണ്ടെങ്കിൽ കോടികൾ ഉണ്ടാക്കാം നമുക്ക്. എടാ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കുറയും തോറും പൈസ കൂടും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നിന്റെ കയ്യിൽ എത്ര ഉണ്ട്? എന്റെ കയ്യിലോ? ആ 4-5 ലക്ഷം. കോടീശ്വരനല്ലടാ പോയൻ. സത്യം, ലക്ഷപ്രഭു. സത്യം. അതാണ് കറക്റ്റ്. കോടീശ്വരൻ എന്ന് പറയുമ്പോ നിങ്ങളല്ലേ? ആ ഓക്കെ ബ്രോ. ഓക്കെ പേരെങ്ങനെയായിരുന്നു? റയാൻ വില്യംസ് ബ്രോ, റയാൻ വില്യംസ്. റയാൻ വില്യംസ്. അവന്റെയൊക്കെ പേരുണ്ടോടാ, റയാൻ വില്യംസ്. ഇവിടെ അടുത്തന്റെ പേരുണ്ട് മത്. പിന്നെ ബാലൻ പിന്നെ വലിയ ഫാഷൻ ബാലൻ. അവന്റെയൊക്കെ പേരുണ്ട്, റയാൻ വില്യംസ്, ബാലങ്കേ നായർ. ബാലങ്കേ നായർ എന്ന് പറയുമ്പോ കൊള്ളാല്ലേ, ബാലൻ എന്ന് പറയുമ്പോ ബാലൻ ഒരു ബാലനുണ്ട്, വേറൊരു ബാലൻ. എവിടെ സിറ്റിയിൽ? അതേത് ബാലൻ? അവനെ ഗൊഗ് ബാലൻ എന്ന് വിളിച്ചാൽ മതി കേട്ടാ. ഞാനാണ് റിയൽ ബാലൻ. ബാലകൃഷ്ണൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ബാലകൃഷ്ണൻ. വണ്ടിയുടെ പെട്രോളും തീർന്നല്ലോടാ, അടിച്ച് കയറ്റണമല്ലോ. പെട്രോളില്ല. അയ്യോ പെട്രോളില്ല മച്ചാനെ പെട്രോളില്ല, വണ്ടി അനങ്ങത്തില്ല. അതാ പെട്രോൾ അടിക്കുന്നത്. ഇതെന്താടാ ഫ്രണ്ടിലോട്ട് പോകുന്നില്ലോടാ ഇത്? ആ എടാ ഒന്ന് ഫ്രണ്ടിലോട്ട് പോട്ടെ. സെറ്റ്. ബാലൻ ബ്രോ, ജോലി കിട്ടിയോടാ കുട്ടാ നിനക്ക്? ഇല്ല, നിങ്ങള് കോടീശ്വരനായില്ലേ ഇപ്പോ? പറ. അപ്പൊ ഈ ഇലക്ട്രിക് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ ഒരു 50 ലക്ഷം. ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യപ്പെടാ. ഇലക്ട്രിക് വണ്ടി പെട്രോൾ അടിക്കാൻ 50 ലക്ഷം രൂപ. ഓ ഇവിടെ മറ്റേ പ്രീമിയം എത്ര ഐഡി എന്നാ വെടി? 5-7-1 362 അല്ലേ? നീ വണ്ടി ഇറങ്ങണം എങ്കിലേ കിട്ടും. ബാലൻ അത് മതിയോ? എത്ര വേണം നിനക്ക്? ഇഷ്ടമുള്ള പോലെ. കോടീശ്വരനല്ലേ നിങ്ങളിപ്പോ?